ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആഫ്റ്റർ എഫക്ട്സിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ആക്ച്വലി ഈ ബോക്സ് ഒരു PNG ഇമേജാണ്. ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ഒരു ഇമേജാണിത്. ഇതിനെയാണ് നമ്മൾ 3D ആക്കി ഇതുപോലൊരു ബോക്സ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് ചെയ്തെടുക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമ്മളിവിടെ ഒരു പുതിയൊരു കോംബ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പം ആയിരം ഇൻറ്റു 1000 പിക്സലിൽ ഞാനിവിടെ ഒരു കോംബ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ഈ ഒരു കോമ്പിലേക്ക് നമുക്ക് ഒരു ബോക്സിൻ്റെ ആ PNG നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന PNG നമുക്ക് വലിച്ചിടുന്നു. ഇതിപ്പോൾ 2D ആയിട്ടുള്ള ഒരു ഇമേജാണ്. ഇതിനെ നമ്മൾ 3D ആക്കി മാറ്റാൻ ഇവിടെ ബോക്സിൻ്റെ ഒരു ചിഹ്നമുണ്ട്. ഇതിവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ അതിൻ്റെ XYZ എന്നൊരു 3 ആക്സിസിലോട്ടുള്ള ഒരു 3D ഇമേജായിട്ട് അത് മാറി. ഇതിന് നമുക്ക് ലെഫ്റ്റ്, റൈറ്റ്, ബാക്ക്, അപ്പ്, ഡൗൺ ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇമേജിൽ നിന്ന് തന്നെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒരു ഫേസും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. ചെയ്തു. ഇത് നമുക്ക് കുറച്ച് ബാക്കിലോട്ട് നോക്കണം. ഇതിൻ്റെ സെയിം ഒരു ക്ലിപ്പ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു അടുത്തൊരു കോപ്പിയും കൂടെ ഞാൻ എടുത്തു. ഇത് നമുക്ക് അപ്പുറത്തെ ഏതെങ്കിലും ലെഫ്റ്റ് സൈഡിലോട്ട് അല്ല. അപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഫേസ് വരണമെങ്കിൽ നമ്മൾ ഈ Y എന്ന് പറയുന്നതുണ്ടോ, Y ഇങ്ങനെ ആക്കിയാൽ അത് കറക്റ്റാവും. ഇതിൻ്റെ കറക്റ്റ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ ഇവിടെ 6 കീബോർഡിൽ 6 ഞെക്കുമ്പോഴത്തേക്ക് Y ആക്സിസ് ഇവിടെ കാണിക്കും. ഇവിടെ 90 അടിച്ചാൽ മതി. നമുക്കിതിൻ്റെ മറ്റൊരു വ്യൂ കൂടെ ഇവിടെ കിട്ടാൻ വേണ്ടി നമുക്കിവിടെ 2 വ്യൂ ആക്കി എടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ഇവിടെ ഇപ്പം ലെഫ്റ്റ് സൈഡാണ്. നമുക്കിത് ടോപ്പ് ആക്കി കൊടുക്കാം. ഇവിടെ ടോപ്പ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ നീക്കി വെക്കാം. ഇവിടെ കറക്റ്റ് എഡ്ജിൽ കറക്റ്റ് മുട്ടുന്ന രീതിയിൽ നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഈ ഒരു ലെയറിൻ്റെ സെയിം കോപ്പി തന്നെ നമുക്കെടുത്ത് ഇവിടോട്ട് നീക്കി വെക്കാം. നീക്കി വെക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു കറക്റ്റ് ഒരു ബോക്സ് ടോപ്പും ബോട്ടവും ആയിട്ടില്ല. അങ്ങനെ ബാക്കിയുള്ള എല്ലാ 4 സൈഡും ഇവിടെ കറക്റ്റായിട്ട് ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്കതിന് ടോപ്പും ബോട്ടും കൂടെ ആക്കാം. അതിന് ഏതെങ്കിലും ഒരു ലെയർ ക്ലിക്ക് ചെയ്യാം. നമുക്കതിൻ്റെ ആദ്യം ഒരു കോപ്പി എടുക്കാം. കോപ്പി എടുത്തു റൊട്ടേഷൻ എടുക്കാം. ഇവിടെ നമുക്കൊരു 90 അടിച്ചു കൊടുക്കാം. കണ്ടോ, അവിടെ കറക്റ്റായിട്ട് ഇത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ വ്യൂ നമുക്കൊരു ലെഫ്റ്റോ റൈറ്റോ ഏതെങ്കിലും ആക്കി കൊടുക്കാം. ലെഫ്റ്റ് ഇരിക്കട്ടെ. ലെഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് മേലോട്ട് അപ്പ് ചെയ്ത് വെക്കാം. അതേ ടോപ്പ് വെച്ചാൽ അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്ത് നമുക്ക് ബോട്ടത്തിലോട്ടും കറക്റ്റായിട്ട് ഇറക്കി വെക്കാം. അപ്പോൾ അത് കറക്റ്റാണ്. നമുക്കിവിടെ ഒന്ന് നോക്കാം. ഉണ്ടോ,
ടോപ്പും ബോട്ടവും എല്ലാം കറക്റ്റായിട്ട് നമുക്കത് ഇട്ടിട്ടുണ്ട്. ബോട്ടം ടോപ്പാണ്. നമുക്കിങ്ങനെ ഒരു ബോക്സ് ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു കോമ്പിലോട്ട് നോക്കിക്കൊണ്ട് അവിടെ നമുക്കിത് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ നമുക്കിപ്പോൾ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെ നമുക്ക് മറ്റൊരു കോമ്പിലോട്ട് കൊണ്ടുപോയിട്ട് നമുക്കത് റൊട്ടേറ്റ് എടുക്കാം. അത് എന്നിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യങ്ങളുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോമ്പ് എടുക്കാം. ഇവിടെ ഇപ്പോൾ നമുക്കൊരു 1080 ഒരു കോമ്പ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. 1920 25 ഫ്രെയിമിൽ 30 സെക്കൻഡിലൊരു കോമ്പ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോമ്പിലോട്ട് നമുക്ക് ആ ബോക്സ് കൊണ്ടുവരാം. ഇപ്പോൾ കോമ്പ് 2ലാണ് അത് കിടക്കുന്നത്. കോമ്പ് 2 ഇവിടെ വലിക്കുക. ഇപ്പോൾ ഇവിടെ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം 3D ആക്കിയാലും ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ബോക്സായിട്ടല്ല നമുക്കിവിടെ കാണുന്നത്. ഈ ബോക്സായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഇത് കിട്ടണമെങ്കിലും ഇവിടെ മറ്റൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണത് ഇവിടെ ഇതുകൊണ്ട് ആക്റ്റീവ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത ആ ബോക്സ് നമുക്ക് അതേപോലെ 3Dയിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഒന്ന് കറക്കി നോക്കാം. കണ്ടോ? സോറി, ഉണ്ടോ? എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്താലും നമുക്ക് കറക്റ്റ് ആ ബോക്സ് അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഒരു 2D ആയിട്ടുള്ളൊരു ഇമേജിനെയാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു 3D ഒബ്ജക്റ്റാക്കി നമ്മൾ മാറ്റിയത്. ഇത് നമുക്ക് മുമ്പത്തെ പോലെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ കോമ്പെ ക്ലിക്ക് ചെയ്യുക, R അടിക്കുക, Y ആക്സിസ് ക്ലിക്ക് ചെയ്യുക, അതിനോട്ട് നീക്കി വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് കുറച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മുമ്പത്തെ പോലെ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ബോക്സ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് 2D ആയിട്ടുള്ളൊരു ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ 3D ഒബ്ജക്റ്റാക്കി ആഫ്റ്റർ എഫക്ട്സിൽ നമുക്ക് 3D ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ ബൈ.